മോഹൻ വർഗീസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാനിലെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അടച്ചിട്ട മുറിയിൽ 90 മിനിറ്റ് നീണ്ടുനിന്ന ചർച്ചകൾ മികച്ചത് എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനെതിരായി സംയുക്ത സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നത്. പശ്ചിമേഷ്യ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ പേരിൽ ഇരു നേതാക്കളും ആഭ്യന്തരമായി എതിർപ്പുകൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച. അതും പല കാര്യങ്ങളിലും ഇരുവരും അഭിപ്രായ ഭിന്നത നിലനിൽക്കെ. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുൻപ് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നെതന്യാഹുവിനെതിരെ ട്രംപ് പരസ്യമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചതാണ്. ഇറാനെതിരെ ആക്രമണം തുടരാൻ നെതന്യാഹു തന്നെ സ്വാധീനിക്കാൻ നോക്കുകയാണ് എന്നാണ് ട്രംപ് സൂചിപ്പിച്ചത്. അതായത് ഇറാനിലെ പിക്കാക്സ് മലനിരകളിലുള്ള ദുരൂഹ ആണവ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ നെതന്യാഹു ട്രംപുമായി ചർച്ച ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. അതായത്, പിക്കാക്സിൽ എന്താണ് നടക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഇറാൻ ചെയ്യുന്നതൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമല്ല. എന്നെ ഈ വിഷയത്തിൽ തുടർന്നും ഇടപെടാൻ നിർബന്ധിതനാക്കാനാണ് നെതന്യാഹു ഇതെല്ലാം പറയുന്നത്. ലോകത്തോട് ഇതൊക്കെ എന്തിനാണ് പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെയായിരുന്നു ട്രംപ് മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മറ്റൊന്ന്, തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കരുത് എന്ന നെതന്യാഹുവിൻ്റെ പരസ്യമായ മുന്നറിയിപ്പ് ട്രംപ് തള്ളിക്കളഞ്ഞ കാര്യം. ആയുധ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ആരും തനിക്ക് നിർദ്ദേശം തരേണ്ടതില്ല എന്നും തുർക്കി അമേരിക്കയുടെ വിശ്വസ്തനായ സഖ്യകക്ഷിയാണ് എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലാണ് ചർച്ച നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂടിക്കാഴ്ചയുടെ ഒരു റിസൾട്ട് എന്തായിരിക്കും? ഏറെക്കാലമായി ലോകം വിശ്വസിക്കുന്നത് ഇസ്രയേലാണ് അമേരിക്കയെ ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് എന്നാണ്. അതങ്ങനെ അല്ല എന്ന് എത്ര ആവർത്തി അമേരിക്ക ക്ലെയിം ചെയ്താലും ആ ഒരു പാരഡൈം അവിടെ തന്നെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഫെബ്രുവരി 28-ന് ശേഷം ആദ്യമായിട്ടാണ്, അതായത് യുദ്ധം ഇപ്പോഴത്തെ ഒരു ലെവലിൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസ് സന്ദർശിച്ച് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുന്നത്. അപ്പോൾ ഇതിൽ 4 തലങ്ങളിൽ ഈ ചർച്ചകളെ കാണാം. ഒന്ന്, ഇറാൻ ഇസ്രായേൽ ഇക്വേഷൻസ്, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഇക്വേഷൻ. ഇതാണ് ഒരു അടിസ്ഥാന വിഷയം. ഇസ്രയേലിൻ്റെ ഒരു ഭയാശങ്ക, ഇറാൻ്റെ ആണവ പദ്ധതി ഇസ്രയേലിൻ്റെ സർവനാശത്തിൽ കലാശിക്കുമോ എന്ന ഭയാശങ്കയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നത്തിൻ്റെ ആദിമ കാരണം തന്നെ അതുതന്നെയാണ്. അപ്പോൾ ആ വിഷയത്തിൽ പിക്കാക്സ് മൗണ്ടൻസിൻ്റെ അടിയിൽ 100 മീറ്ററിലധികം താഴെ വളരെ സുരക്ഷിതമായി ഇറാൻ്റെ ആണവ പദ്ധതി മുന്നേറുന്നു എന്ന വാദം മുന്നോട്ട് വെച്ചത് ഇസ്രായേലാണ്. ട്രംപ് പറയുന്നു, നിങ്ങൾ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഇത്രയിടം വരെ വന്ന് എന്നെ കണ്ട് വീണ്ടും അതെങ്ങനെ ആക്രമിക്കാം, എങ്ങനെ നശിപ്പിക്കാം എന്ന് പറയേണ്ടതില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പിക്കാക്സ് മൗണ്ടൻസുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ സജ്ജീകരണങ്ങൾ എന്താണ് എന്ന് ഇസ്രായേലി ഇൻ്റലിജൻസ് മാത്രം പറഞ്ഞാൽ പോരാ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട്. CIA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അമേരിക്കൻ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ ചാരന്മാർ നൽകിയ റിപ്പോർട്ടിന് ഉപരിയായി അമേരിക്കയ്ക്കും ഡയറക്റ്റ് ഇൻപുട്സ് ഇറാനിൽ നിന്നും ലഭിക്കുന്നു. അതുകൊണ്ട് അത് കാട്ടിക്കൊണ്ട്, അതായത് ആണവ വിഷയം എന്ന ഉമ്മാക്കി മാത്രം കാട്ടിക്കൊണ്ട് നിരന്തരമായി ഞങ്ങളെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് നിർത്താം, അല്ലെങ്കിൽ തുടർ യുദ്ധം ഞങ്ങളെ കൊണ്ട് ഉറപ്പുവരുത്താം എന്നത് അത്ര സ്വീകാര്യമല്ല എന്നത് ട്രംപ് ആ നിലപാട് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള നിലപാടാണ്. ട്രംപ് പലപ്പോഴും യുദ്ധം ചെയ്തു, പക്ഷേ ഈ നിലപാടും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവുമായി വാക്ക് തർക്കം തന്നെ ഉണ്ടായതായി അത് കണ്ണിപ്പൊടിയിടാനുള്ള മറ്റു രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ളൊരു തന്ത്രം എന്ന നിലയിലാണ് പലപ്പോഴും വിലയിരുത്തിയത്. എങ്കിലും അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും തലയൂരണമെങ്കിൽ വീണ്ടും പിക്കാക്സ് മൗണ്ടൻസ്, അല്ലെങ്കിൽ ഫർദോ ആണവ നിലയം, അതും അല്ലെങ്കിൽ നഥാൻസ്, ഇസ്ഫഹാൻ, ഈ ആണവ നിലയങ്ങൾ, അതുമാത്രമല്ല ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ അവസാനിപ്പിക്കുന്നത് വരെ യുദ്ധം എന്ന നിലപാടൊന്നും ഒരുപക്ഷെ നടന്നു വരില്ല എന്ന പ്രായോഗിക ബുദ്ധി ട്രംപിൻ്റെ ഉപദേശകർ ട്രംപിന് കൊടുത്തിട്ടുണ്ടാവും. ഇറാൻ്റെ കേപ്പബിലിറ്റി കുറച്ചു കൊണ്ടുവരിക, അതൊരുപക്ഷെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം.
പക്ഷേ പൂർണ്ണമായി എല്ലാ ആണവ നിലയങ്ങളും പൂർണ്ണമായി തകർത്ത് ഇറാൻ്റെ കേപ്പബിലിറ്റി, ആണവവും അല്ലാത്തതുമായ കേപ്പബിലിറ്റിയെ മുഴുവൻ തകർക്കാനാവില്ല എന്ന് ഇതിനകം തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒന്നുകൂടി ആഞ്ഞു ശ്രമിക്കണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അമേരിക്കയുടെ ടേംസിൽ ഒരുപക്ഷെ യുദ്ധം മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കുകയോ ചെയ്തേക്കാം. അതിൽ ഇസ്രായേലിന് വലിയ പങ്കാളിത്തം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രി പറയുന്നത് ചർച്ചകൾ വളരെ പ്രൊഡക്റ്റീവായിരുന്നു, ഫ്രൂട്ട്ഫുള്ളായിരുന്നു, ഈൽഡഡ് പോസിറ്റീവ് റിസൾട്ട്സ് എന്നാണ് പറയുന്നത്. പക്ഷേ 90 മിനിറ്റ് നീണ്ട 1.5 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ സംഭവിച്ച ചർച്ചയുടെ പൂർണ്ണ ഉള്ളടക്കം നമുക്കിതുവരെ വ്യക്തമായിട്ടില്ല. ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അവിടുത്തെ അമേരിക്കൻ ജേർണലുകൾ അല്ലെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് കാര്യമായ മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തീരുമാനം. അത് മാത്രമല്ല, പത്രലേഖകർക്ക് സാധാരണ പ്രവേശനമുണ്ട് ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ സംഭാഷണം നടക്കുമ്പോൾ. അപ്പോൾ അത്ര നിഗൂഢമായിട്ടല്ല സംസാരം. പക്ഷേ ഇപ്രാവശ്യം അടച്ചിട്ട മുറിയിലായിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെക്കുലേഷൻസ് ഇതേക്കുറിച്ചുണ്ട്. അതാണ് ഒരു ഡയമെൻഷൻ. രണ്ടാമത്തെ ഡയമെൻഷൻ, ഇസ്രായേൽ നിരന്തരമായി ലെബനനെ നോക്കി നടത്തുന്ന ആക്രമണങ്ങൾ. ഇതെങ്ങനെയും അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം ഇറാൻ ഒരു അവസരം നോക്കി നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി ഇസ്രായേൽ ആക്രമണം നടത്തുന്നിടത്തോളം കാലം ഇറാനുമായി ഒരു സമാധാന കരാറും ഉണ്ടാവില്ല എന്നതാണ് പൊതുവെയുള്ള വിശ്വാസം. അങ്ങനെ തന്നെയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ തൽക്കാലത്തേക്ക് എഗ്രി ചെയ്ത 14 ഇന MOU അല്ലെങ്കിൽ ഒരു ധാരണ, ഇടക്കാല ധാരണ. അതെല്ലാം പൊളിഞ്ഞത് വേറെ കാര്യം. ആ ധാരണയിലെ ഒന്നാമത്തെ വകുപ്പ് തന്നെ ഇസ്രായേൽ ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്സ് അഗ്രഷൻ ഓവർ ഹിസ്ബുള്ള സെൻറ്റേഴ്സ് ഇൻ ലെബനൻ എന്നാണ്. അപ്പോൾ അത് തുടരുന്നു. അത് എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിച്ചേ മതിയാകൂ. അവസാനിപ്പിച്ചു എന്ന് പറയുകയല്ല, ലെബനനുമായി നെഗോഷിയേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, റോമിൽ വെച്ച് ഇപ്പോൾ ഒരു ലെബനനും ഇസ്രായേലും തമ്മിൽ ഒരു നെഗോസിയേഷൻ അടുത്ത ആഴ്ച നടക്കുന്നുണ്ട്. അതിൽ ക്രിയാത്മകമായ തീരുമാനം എടുക്കണം എന്ന രീതിയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഉപദേശം നൽകപ്പെട്ടിട്ടുണ്ടാവണം. അത് ഊഹമാണ്, അതാണ് സാധ്യത. അല്ല എങ്കിൽ യുദ്ധം നിർത്താനാവില്ല. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ കൂടി സഹകരിച്ചേ മതിയാവൂ. ഇസ്രായേൽ തുറപ്പിച്ചിട്ട് എന്താണ്, തങ്ങൾ സഹകരിക്കുമെന്ന് പറയും. പക്ഷേ സഹകരിച്ചാൽ സഹകരിച്ചു, ഇല്ലെങ്കിൽ യുദ്ധം ഏത് സമയവും നീട്ടിക്കൊണ്ടുപോകാൻ ആ നിലപാട് മതിയാകുമെന്നാണ് ഇസ്രായേൽ ചിന്തിക്കുന്നത്. തുടർന്നും ലെബനന് നേരെ അറ്റാക്ക് എന്ന ആ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമോ, അത് ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായ ഒരു മൂന്നാമത്തെ ആംഗിൾ കൂടിയുണ്ട് ഈ സംസാരത്തിൽ. അവിടെ ട്രംപിന് നല്ല കലിപ്പോട് കൂടിയാണ് ട്രംപ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അത് തുർക്കിക്ക് അമേരിക്ക നൽകുന്ന F-35 വിമാനങ്ങളെക്കുറിച്ചാണ്. നൽകി തുടങ്ങിയിട്ടില്ല. തുർക്കിയുമായി അമേരിക്കയുടെ അഭിമാന വിമാനമായ F-35 വിൽപ്പനയ്ക്ക് ഒരു കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്. ആ റിപ്പോർട്ട് ഒരുപക്ഷെ ഇസ്രായേലിനെ വല്ലാതെ ഭയചകിതരാക്കിയിട്ടുണ്ടാവാം. തുർക്കിയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമല്ല. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ എപ്പോഴും ഇസ്രായേൽ വിരുദ്ധ, ബെഞ്ചമിൻ നെതന്യാഹു വിരുദ്ധ പ്രസ്താവനകൾക്ക് പേരുകേട്ടയാളാണ്. കാര്യമായി ഇസ്രായേലിനെ ഒരിക്കലും തുർക്കി അറ്റാക്ക് ചെയ്തിട്ടില്ല സമീപ ഭൂതകാലത്ത്. പക്ഷേ തുർക്കി വലിയ സൈനിക ശക്തിയാണ്. അതിമാരക ശേഷിയുള്ള ഡ്രോണുകൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ഇറാനുമായി മുൻകാലങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപക്ഷെ മാറിയ സാഹചര്യത്തിൽ വീണ്ടും ഇറാനുമായി ബന്ധം കൂടായികയില്ല. കാരണം പൂർണ്ണമായി ഇറാനെ ഡിസോൺ ചെയ്യാൻ ഒരുപക്ഷെ തുർക്കി തയ്യാറാവില്ല. ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്, നെയ്റ്റോ പങ്കാളിയാണ്. പക്ഷേ നെയ്റ്റോയിലെ വിശ്വസ്ത പങ്കാളി അല്ല തുർക്കി എന്നാണ് ഇസ്രായേലിൻ്റെ ഒരു കണ്ടൻഷൻ. അമേരിക്കയോട് പറയുന്നത് തുർക്കിയെ നിങ്ങൾ വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. എന്തുകൊണ്ട്? തുർക്കി റഷ്യൻ നിർമ്മിത S-400 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുന്നു. ഇന്ത്യ വാങ്ങിയതുപോലെ S-400 എന്ന് പറയുന്ന ഏറിയൽ ഒബ്ജക്ട്സിനെ തടുത്തു നിർത്താൻ കഴിയുന്ന ഒരു ഡിഫൻസ് സംവിധാനമാണ്. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററീസാണ്. അത് വൻതോതിൽ വാങ്ങുന്നു. അതുമാത്രമല്ല, തുർക്കിക്കും റഷ്യക്കും തമ്മിൽ വലിയ ചങ്ങാത്തമുണ്ട്. പല സമയത്തും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ചൈനയെ പൂർണ്ണമായി എതിർക്കുന്ന രാജ്യമല്ല തുർക്കി. ഇതെല്ലാം പരിഗണനാ വിഷയമാകുമ്പോൾ F-35 വിമാനങ്ങൾ തുർക്കിക്ക് കൊടുത്താൽ അവരാത്യന്തികമായി എന്നെങ്കിലും ഒരു സംഘട്ടനമുണ്ടായാൽ അത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ്? നമുക്കറിയാമല്ലോ, ലോക്ഹീഡ് മാർട്ടിൻ കമ്പനി, അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ ഉത്പാദിപ്പിക്കുന്ന
F-35 അതീവ സാങ്കേതിക തികവുള്ള സ്റ്റെൽത്ത് വിമാനമാണ്. അതായത് ഈ ഒരു രീതിയിലും റേഡാറുകൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പറക്കാൻ കഴിയുന്ന വലിയതാണ്. F-35 ഒന്നോ രണ്ടോ എണ്ണത്തിന് ഇറാൻ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ പല പുരികങ്ങളും ചുളിഞ്ഞത് അതുകൊണ്ടാണ്. ഒരിക്കൽ പോലും തകർക്കാനാവാത്തത് എന്ന ആത്മവിശ്വാസം അമേരിക്ക പുലർത്തുന്ന ഒരു വിമാനമാണ്. അതായത് B-2 ബോംബേഴ്സിനെ പോലെയല്ല, പക്ഷേ F-35 എന്ന B-2 ആർക്കും വിൽക്കില്ല. പക്ഷേ F-35 വിമാനങ്ങൾ അമേരിക്ക പല രാജ്യങ്ങൾക്കും വിറ്റിട്ടുണ്ട്. അതാണ് ചരിത്രം. 12 രാജ്യങ്ങളുടെ എയർ ഫ്ലീറ്റിൽ ഇപ്പോൾ F-35 വിമാനങ്ങളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. അത് 632 എണ്ണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കയുടെ കൈവശമുള്ള F-35 വിമാനങ്ങൾ. ഏതാണ്ട് 50-60 വിമാനങ്ങൾ ഓസ്ട്രേലിയയുടെ കൈവശമുണ്ട്, 50ഓളം വിമാനങ്ങൾ ബ്രിട്ടൻ്റെ കൈവശമുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും ഡെൻമാർക്ക്, സ്വീഡൻ, യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇറ്റലിക്ക് 10-30 വിമാനങ്ങൾ F-35 വിമാനങ്ങൾ അമേരിക്ക വിറ്റിട്ടുണ്ട്, കാനഡയ്ക്ക് വിറ്റിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾക്കും, ജപ്പാൻ, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ F-35 വിമാനങ്ങൾ ചെറിയ തോതിൽ അമേരിക്ക വിറ്റിട്ടുണ്ട്. കൂടുതൽ വിമാനങ്ങളുടെ ഓർഡറും വാങ്ങി വെച്ചിട്ടുണ്ട്. അത് 2027-28 വർഷങ്ങളിൽ ഈ ഓർഡറുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇസ്രയേലും F-35 ഉപയോഗിക്കുന്നു, അമേരിക്ക നൽകിയിട്ടുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ശരിയാണ്. പക്ഷേ തുർക്കിയുടെ കയ്യിൽ ഒരു കാരണവശാലും അത് സേഫായിരിക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെ കണ്ടൻഷൻ. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞു. ഞാനൊരു കച്ചവടക്കാരനാണ്, ആർക്ക് എപ്പോൾ എന്ത് ഏത് വിലയ്ക്ക് വിൽക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ വായിൽ ആശയങ്ങൾ കുത്തിത്തിരികണ്ട മിസ്റ്റർ നെതന്യാഹു, ഞാൻ തീരുമാനിച്ചോളാം. ഐ വിൽ ഡിസൈഡ് ദ ട്രേഡ്, ദ ഡീൽ. ട്രംപിനെല്ലാം ഒരു ഡീലല്ലേ, കാശ് കൊടുത്ത് എന്തും വാങ്ങും, എന്തും വിൽക്കും. ട്രംപ് ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് അത് വിൽക്കാൻ കഴിയുമെങ്കിൽ തുർക്കിയെങ്കിൽ തുർക്കി, വേറെ രാജ്യമെങ്കിൽ രാജ്യം, ഇതൊന്നും അമേരിക്കയ്ക്ക് വിഷയമല്ല. കച്ചവടം തന്നെയാണ് വിഷയം. ആ വിഷയത്തിൽ തീർച്ചയായും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. പക്ഷേ തുർക്കിക്ക് ആ വിമാനങ്ങൾ കോൺഗ്രഷണൽ സപ്പോർട്ട് വേണം. അതിന് കോൺഗ്രഷണൽ റാറ്റിഫിക്കേഷന് വിധേയമായി മാത്രമേ അത് നൽകാനാവൂ എന്നതാണ് ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ പിടിവള്ളി. അതുകൊണ്ട് കോൺഗ്രസിൽ, അമേരിക്കൻ സെനറ്റിൽ അതിശക്തമായി ലോബിയിങ് ഇസ്രയേൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ നടത്തിയേക്കാം. നാലാമത്തെ ഡയമെൻഷൻ ഉക്രൈൻ്റെ സാന്നിധ്യമാണ്. ഇസ്രയേൽ എന്ത് കാര്യം എന്ന് ചോദിക്കാം. പക്ഷേ ഈ ലിൻസേ ഗ്രഹാം എന്ന സെനറ്ററുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കൂടിയാണ് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ വന്നത്. അതേ ചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെയാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയും വന്നത്. അപ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുന്നു എന്നതല്ല വിഷയം. അമേരിക്കൻ പ്രസിഡന്റുമായി 2 നേതാക്കന്മാരും സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഉക്രൈൻ വിഷയവുമായി ലിങ്ക്ഡാണ് ഒരു പരിധിവരെ വെസ്റ്റ് ഏഷ്യ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ ഉക്രൈൻ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഇറാൻ ഇപ്പോൾ ഏറ്റവും വൈകി ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഒരു ആശയക്കുഴപ്പം കൊണ്ടാണ്, കൺഫ്യൂഷൻ കൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് ഉക്രൈൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഇറാൻ ഏതാണ്ട് അംഗീകരിച്ച മട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെ സ്വല്പം സ്കെയിലിംഗ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉക്രൈൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് ഇസ്രായേലും കൂടിയാണ് തീരുമാനിക്കുന്നത്. ഇസ്രായേലല്ല തീരുമാനിക്കുന്നത്, ഇസ്രായേലിനും അതിൻ്റേതായ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് സെലൻസ്കിയുടെ അമേരിക്ക സന്ദർശനവും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനവും കോയിൻസൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇറാനെതിരെ പരമാവധി രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഉക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള സഹകരണം ഉണ്ടാകണമെന്നും ഒരു യുദ്ധമുന്നണി വ്യാപിക്കണമെന്നും ഉള്ള ആഗ്രഹം ഇസ്രയേലിനുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുവരെ അത്ര സഹകരണ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. അവരൊരു ബ്രിട്ടീഷ് താവളങ്ങളൊക്കെ അമേരിക്കൻ വിമാനങ്ങൾക്ക് കൊടുത്തു. ഈ സ്പെയിൻ താവളങ്ങൾ അനുവദിച്ചില്ല എന്നതാണ് ഈ സ്പെയിനിൻ്റെ പ്രധാനമന്ത്രിയുമായി അമേരിക്കയ്ക്കുള്ള ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, നേറ്റോ രാജ്യങ്ങൾ പല തട്ടിൽ നിൽക്കുന്നു. അപ്പോൾ അവരെയെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ഈ ഉക്രൈൻ വിഷയം സാധിക്കുമോ? അതുമാത്രമല്ല, റഷ്യ ഉക്രൈൻ വിഷയത്തിൽ കൂടുതൽ സാങ്ഷനുകൾ ഒരുപക്ഷെ ഉക്രൈൻ ആവശ്യപ്പെടുന്നു. റഷ്യക്കെതിരെ കൂടുതൽ സാങ്ഷനുകൾ ഉക്രൈൻ ഡിമാൻഡ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് സെലൻസ്കി ഇപ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഈ എപ്പിസോഡിൽ നമ്മൾ വിലയിരുത്തിയത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സന്ദർശനം ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റാണ്
പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്നത്. മുൻപ് സന്ദർശനം കഴിഞ്ഞ ഉടനെയാണ് ഫെബ്രുവരി 28 ആക്രമണം തുടങ്ങിയത്. ആ ആക്രമണം ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ആക്രമണത്തിനുള്ള ഒരു ഉപാധികളാകുമോ ഈ ചർച്ചയിൽ ഉണ്ടായത്, അതോ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാവുമോ ഈ ചർച്ചയിൽ ഉണ്ടായത് എന്നതാണ് $1 ബില്യൺ ക്വസ്റ്റ്യൻ. ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേലിനെ കൂടി കോൺഫിഡൻസിലെടുക്കാതെ, ഇസ്രയേൽ കൂടി സഹകരിക്കാതെ, അല്ലെങ്കിൽ ഇസ്രയേലിനെ നിർബന്ധപൂർവ്വം സഹകരിപ്പിക്കാതെ, ഇസ്രയേൽ വഴങ്ങാതെ മധ്യപൗരസ്ത്യ പ്രദേശത്ത് പൂർണ്ണമായ സമാധാനം ഉണ്ടാവില്ല എന്ന ബോധ്യവും അമേരിക്കയ്ക്കുണ്ട്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.